Okay, good morning students. നമ്മളിപ്പോൾ നേരത്തെ ഡിപ്രീസിയേഷൻ നോക്കി, ഡിപ്രീസിയേഷൻ്റെ കോഴ്സസ് നോക്കി, അതേപോലെ അതർ റിലേറ്റഡ് ഫാക്ടേഴ്സ് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ്. അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താ? അസർട്ടൈനിങ് ദ പ്രോഫിറ്റ്. അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്രീസിയേഷൻ റെപ്രസെൻറ്റ്സ് ദ എക്സ്പയർഡ് കോസ്റ്റ് ഓഫ് എ ഫിക്സഡ് അസറ്റ് കോസ്റ്റഡ് ബൈ ഇറ്റ്സ് യൂസേജ് business. This cost is a part of the total expense incurred in earning the revenue during an accounting period and must be taken into account for arriving the correct amount of profit or loss for the period. അതായത് അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ എന്തിൻ്റെ മുകളിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്? എക്സ്പയർഡ് കോസ്റ്റ് ഓഫ് എ ഫിക്സഡ് അസറ്റ് അല്ലേ. ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ട് അതിന് വരുന്ന എക്സ്പയറി, ഓക്കെ, അല്ലെങ്കിൽ അതിന് ഒരു സമയം കഴിഞ്ഞാൽ അതിന് എക്സ്പയർഡ് ആവുന്ന സമയത്ത് അതിന് വരുന്ന ഒരു കോസ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ദിസ് കോസ്റ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ഏർണിംഗ് ദ റവന്യൂ ഡ്യൂറിംഗ് എൻ അക്കൗണ്ടിങ് പീരീഡ്. അതായത് ഈ കോഴ്സ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ടോട്ടൽ എമൗണ്ടിൽ അല്ലേ, ഒരു പീരീഡ് ഓഫ് ദ ഇയർ, എൻഡ് ഓഫ് ദ പീരീഡിൽ നമുക്ക് ആ ബിസിനസ്സിൽ വരുന്ന ടോട്ടൽ എമൗണ്ടിനെ ബാധിക്കുന്ന ഒരു കോഴ്സ് അല്ലേ അത്. ടോട്ടൽ പ്രോഫിറ്റിലും വരുന്ന ഒരു ചേഞ്ചിൽ ടോട്ടൽ പ്രോഫിറ്റിലും അതൊരു ചേഞ്ച് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് അസർട്ടൈനിങ് ദ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റിലും അതിൽ ഈ ഡിപ്രീസിയേഷൻ്റെ ചേഞ്ച് എഫക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ അസർട്ടൈനിങ് ദ ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ആൻഡ് അതർ ഫിക്സഡ് അസറ്റ് in the factory is an important component of the cost of production, especially when the unit is not labor intensive. So if no provision is made for depreciation, the cost calculated will be incorrect. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുകളിൽ വരുന്ന ചാർജ് അല്ലേ. നമുക്കിപ്പം എന്താ പറയുക, ഒരു മെഷീനറി, depreciation on machinery and other fixed assets in the factory is an important component cost of production. അതായത് നമ്മളൊരു മെഷീനറി വാങ്ങുകയാണ്, അതിൻ്റെ മുകളിൽ വരുന്ന എന്താ പറയുക, അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ചാർജ്, അതും നമ്മളെ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതേപോലെ അങ്ങനെ വരുന്ന ഇതിൻ്റെ മുകളിൽ നമ്മളൊരു പ്രൊവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ദ കോസ്റ്റ് ഓഫ് കാൽക്കുലേഷൻ വിൽ ബി ഇൻകറക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പം നമ്മൾ കാൽക്കുലേഷനിൽ വരുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചിലപ്പോൾ തെറ്റിപ്പോകാം. ഓക്കെ, അതൊരു കാരണമാണ്. പിന്നെ പ്രസൻറ്റേഷൻ ഓഫ് ട്രൂ ഫൈനാൻഷ്യൽ പൊസിഷൻ. ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് റെഡ്യൂസസ് ഫ്രം ഇയർ ടു ഇയർ ഓൺ ദ അക്കൗണ്ട് ഓഫ് ദെയർ യൂസേജ് ആൻഡ് പാസിംഗ് ഓഫ് ടൈം. They must be shown in the balance sheet and their reduced values, otherwise it will not reflect the true financial position of the business. അതായത് നമ്മളെ ഇയർ ടു ഇയറിലെ എമൗണ്ട്, യൂസേജ്, പാസേജ് ഓഫ് ടൈം കാരണങ്ങളൊക്കെ കൊണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫൈനാൻഷ്യൽ പൊസിഷൻ, ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എവിടെയാണ് നോക്കുക? ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിലും നമ്മൾ ഡിപ്രീസിയേഷൻ എവിടെ ചെയ്യണം? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കാണിക്കും. ഓക്കെ, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഫണ്ട്സ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. ഒരു അസറ്റ് വാങ്ങിയിട്ട് അത് റീപ്ലേസ് ചെയ്യാൻ വരുന്ന ഫണ്ട്, അതും നമ്മളൊരു ഒബ്ജക്റ്റീവാണ്. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പം ഒരു അസറ്റ് ഇപ്പം ഒരു അസറ്റ് വാങ്ങി, അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യും. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് charging depreciation reduces the profits available for distribution. It enables the concern to retain a part of its profit, thus accumulate funds for the replacement of the asset where necessary. അപ്പോൾ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വരുന്നതിൻ്റെ മുകളിൽ വരുന്ന ചാർജ്, അതേപോലെ ഫൈനാൻഷ്യൽ പൊസിഷനിൽ വരുന്ന ചാർജ് കാണിക്കേണ്ട മാറ്റങ്ങൾ, അതേപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കാണിക്കേണ്ട മാറ്റങ്ങൾ, അതേപോലെ പ്രോഫിറ്റിൽ വരുന്ന ചേഞ്ച്, ഇതൊക്കെ എന്തായാലും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണങ്ങളാണ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിപ്രീസിയേഷൻ. ഒരു ഡിപ്രീസിയേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, കോസ്റ്റ് ഓഫ് ദ അസറ്റ് അല്ലേ. നമ്മളൊരു അസറ്റിൻ്റെ കോസ്റ്റ്, നമ്മളിപ്പോൾ ഒരു അസറ്റ്, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിയെന്ന് വിചാരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മളത് റീസെയിൽ ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ.
അപ്പോൾ അതിൻ്റെ കോസ്റ്റിൽ ആ ചാർജ്, ഒരു ഫിക്സഡ് അസറ്റിൻ്റെ മുകളിലെ കോസ്റ്റിന് ആ ചാർജ് എന്ത് ചെയ്യും, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം കോസ്റ്റ് ഓഫ് ദ അസറ്റ്, അതായത് കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഷുഡ് ഇൻക്ലൂഡ് പർച്ചേസ് പ്രൈസ് ആൻഡ് ഓൾ അതർ കോസ്റ്റ് ഇൻകേർഡ് ടു ബ്രിങ് ദ അസറ്റ് ടു യൂസബിൾ കണ്ടീഷൻ ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇറക്ഷൻ ചാർജസ് എക്സെട്ര. അതായത് കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങിയെന്ന് കരുതാം. എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു മെഷീനറി വാങ്ങിയെന്ന് കരുതാം. അപ്പോൾ ആ മെഷീനറി വാങ്ങിയിട്ട് അത് ഇവിടെ എത്തുന്ന വരെയുള്ള അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അല്ലെങ്കിൽ ആ മെഷീനറി നമ്മൾ വർക്കിംഗ് ആക്കുന്നത് വരെ എന്നാവും നമുക്കൊരു ചാർജ് വരില്ലേ. ഇപ്പോൾ ഒരു ഫാന് വാങ്ങി, അപ്പോൾ ആ ഫാൻ അവിടുന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, പിന്നെ ഈ ഫാന് വർക്കിംഗ് ആവുന്ന കണ്ടീഷൻ ആവുന്ന വരെ നമുക്കൊരു ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ വരൂലേ. അപ്പം അതിൻ്റെ മുകളിൽ അങ്ങനെ മൊത്തത്തിൽ വരുന്ന ഒരു മെഷീനറിക്ക് മുകളിൽ വരുന്ന എല്ലാ ചാർജിനെയും കൂടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് ദ അസറ്റ്. എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ യൂസ്ഫുൾ ഓർ ഇക്കോണമിക് ലൈഫ് ഓഫ് ദ അസറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് ടൈം, ദാറ്റ് ഈസ് ഇയേഴ്സ്, മന്ത്, ഹവേഴ്സ്, ഓർ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, that is number of unit of output or any other operating measure such as kilometers in the case of ലോറീസ്, മോട്ടോർ വാൻസ് എക്സെട്ര. അതായത് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് അസറ്റ്, അതിൻ്റെ പേര് പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങി, അപ്പോൾ അത് വാങ്ങിയ സമയത്ത് നമ്മൾ അതിൻ്റെ ഓരോ ഹവറിൽ അതിൻ്റെ യൂസേജ്, ഓക്കെ, എസ്റ്റിമേറ്റ് അതിൻ്റെ ലൈഫ് ടൈം, ഓക്കെ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു മെഷീനറി പ്രവർത്തിക്കുമ്പോൾ ഓരോ മണിക്കൂറുകളിലും അതിൻ്റെ യൂസേജ് ഓഫ് ടൈം, അതേപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി, ഓക്കെ, അതിൻ്റെ ക്വാണ്ടിറ്റി, അതേപോലെ ഇപ്പം ലോറികളാണെങ്കിലും ഇപ്പോൾ ഒരു വെഹിക്കിളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കിലോമീറ്റേഴ്സിൻ്റെ ചാർജ് കാര്യങ്ങൾ അതൊക്കെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് മെഷർ ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഡിപ്രീസിയേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് ദ അസറ്റ്, ഒരു അസറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ കണ്ടീഷൻ, മെയിനായിട്ട് വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ, നമ്മൾ ഓരോ മണിക്കൂറും അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്, അതിലെന്തെങ്കിലും വെഹിക്കിൾസ് വാങ്ങുകയാണെങ്കിൽ അത് എത്ര കിലോമീറ്റേഴ്സ് അതിൻ്റെ യൂസേജ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് രണ്ടാമത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. മൂന്നാമത്തത് വരുന്നത് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? തേയ്മാനം, അതായത് അല്ലെങ്കിൽ അതിനൊരു വേറെ പേരാണ് സാൽവേജ് വാല്യൂ. അതായത് scrap value refers to the estimated amount expected to realized when the asset is sold to the end of its useful life. While the original cost of an asset can be correctly determined, useful life and salvage value can also be estimated based on certain assumptions. അതായത് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്നാണ്. നമ്മളൊരു അസറ്റ് വാങ്ങി, അസറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളത് വീണ്ടും വിൽക്കുന്നു. ആ വിൽക്കുന്ന സമയത്ത് അതിൽ വരുന്ന തേയ്മാനം, സ്ക്രാപ്പ് വരുന്ന അതിൻ്റെ യൂസേജിൽ വരുന്ന തേയ്മാനത്തിൽ വരുന്ന ചാർജസും നമ്മൾ എന്തിനെ ഡിപ്രീസിയേഷനെ ബാധിക്കുന്നു. അപ്പം 3 ഫാക്ടേഴ്സാണ് ഡിപ്രീസിയേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കോസ്റ്റ് ഓഫ് ദ അസറ്റ്. കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഷീനറി കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്ത അസറ്റിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ആവുന്നത് വരെയുള്ള നമുക്ക് എന്തൊക്കെ ചാർജസ് വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് ദ അസറ്റ്. അതായത് നമ്മൾ ഒരു അസറ്റ് വാങ്ങി അതിൻ്റെ വർക്കിംഗ് ലൈഫ്, അതിൻ്റെ ഓരോ മണിക്കൂറുകളിലും അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, ഇപ്പം വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ കിലോമീറ്റേഴ്സിലൊക്കെ അതിൻ്റെ പവർ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് ദ അസറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. അതായത് നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, ആ പർച്ചേസ് ചെയ്ത അസറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളത് റീസെയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ സ്ക്രാപ്പ് വാല്യൂവിൽ വരുന്ന ഡിഫറൻസ്, അതായത് ഒറിജിനൽ കോസ്റ്റും വിൽക്കണ സമയത്തും വരുന്ന അസറ്റിന് മുകളിൽ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറേ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്.
അതല്ല ഞാനിപ്പോൾ പറഞ്ഞു. ജസ്റ്റ് ഒരു ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനാണ് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ എങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ മുകളിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്, ഒരു അസറ്റിൻ്റെ മുകളിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അത്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ്, അതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യണം? ലെസ് മൊത്തം അസറ്റ് ടോട്ടൽ കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, വർക്കിംഗ് കണ്ടീഷൻ ആവാൻ വരുന്ന വരെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ്, അതിൽ നിന്ന് നമുക്ക് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ എത്രയാണോ ഒരു എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ, അതായത് എത്രയാണോ അതിൻ്റെ ടോട്ടൽ ആക്ച്വൽ കോസ്റ്റിന് സ്ക്രാപ്പ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും, അത് എത്രയാണെന്ന് വെച്ചാൽ അത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിന് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബി റിട്ടേൺ ഓഫ് ഡ്യൂറിങ് ദ യൂസ്ഫുൾ ലൈഫ്, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനും ചാർജ് ചെയ്യുക. അതായത് എത്രയാണോ ഡിപ്രീസിയേഷൻ വരുന്നത് അതും കൂടി കണ്ടെത്തി അതും കൂടി ചാർജ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ഒരു കാൽക്കുലേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇപ്പം എന്താ നമ്മൾ നോക്കിയത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. മെയിനായിട്ട് നമ്മൾ 4 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. അതെന്തൊക്കെയാണ്? അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. രണ്ടാമത്തത് അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുകളിൽ അസർട്ടൈൻ ചെയ്യും. ദെൻ പ്രസൻറ്റേഷൻ ഓഫ് ട്രൂ ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രസൻറ്റ് ചെയ്യുന്നതിൽ. ദെൻ ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഫണ്ട്. ഇതൊക്കെയാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ്. ദെൻ നമ്മൾ നോക്കി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിപ്രീസിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? 3 ഫാക്ടറാണുള്ളത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്താണ്? കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ മുകളിൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ട് അത് വർക്കിംഗ് കണ്ടീഷൻ ആവുന്നത് വരെയുള്ള അതിൻ്റെ മുകളിൽ വരുന്ന ചാർജസ് ആണ് കോസ്റ്റ് ഓഫ് അസറ്റ്. രണ്ടാമത്തതെന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് ദ അസറ്റ്. എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ഹവർലി എത്ര വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കിലോമീറ്റേഴ്സിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റും നമ്മൾ റീസെയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഡിഫറൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതാണ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്, അതിൽ വരുന്നത്. Then total amount of depreciation written off during life of an asset is calculated. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്, അതിൽ എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ലെസ് ചെയ്യുന്നു. ദെൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് വെച്ചാൽ അത് ചാർജ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ് വരുന്നത്. അപ്പം ഇപ്പോൾ ഡിപ്രീസിയേഷൻ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഇനി ഡിപ്രീസിയേഷൻ ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഇപ്പം നമ്മൾ അത് ഡിപ്രീസിയേഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, പിന്നെ അതിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഡിപ്രീസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അതേപോലെ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 4 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചില്ലേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവാം.